നിയമസഭയുടെ അകത്ത് ഒരു കന്നിക്കാരനായാണ് ഞാൻ കടന്നു ചെയ്യുന്നതെങ്കിൽ ഈ നാട്ടിലെ കയർ തൊഴിലാളിയും മത്സ്യത്തൊഴിലാളിയും മറ്റു സാധാരണ തൊഴിലാളിയും അവരുടെ പ്രശ്നം ഈ സഭയിൽ അവതരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ അവസരം കിട്ടിയിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ഒരു തൊഴിലാളി പ്രവർത്തകനെന്ന CITയുടെ സംസ്ഥാന അവാർഡിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ പ്രവർത്തകനെന്ന എനിക്ക് ഒത്തിരി അവസരങ്ങളും വികസനപരമായ കാര്യങ്ങളിൽ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ നിങ്ങൾക്ക് ഏതെങ്കിലും പക്ഷമെന്നോ ഒരു വ്യത്യാസവും കാണിക്കാം. നാട്ടിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയാണ് രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് 5 വർഷക്കാലത്തോടെ നമുക്ക് നേടാൻ കഴിഞ്ഞൊരു ചെറിയ നേട്ടം തന്നെ ഏകദേശം 2000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ആലപ്പുഴയുടെ മണ്ഡലത്തിൽ നിന്ന് നടപ്പിലാക്കാൻ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ് 10 വർഷക്കാലം കൊണ്ട് ഈ കേരളം ആകെ പുതുക്കി പണിതു. ഒരു നവകേരളത്തിലേക്ക് നാം നടന്നു നീങ്ങിയാണ്. ആ നവകേരളം എന്നുള്ള നമ്മുടെ സങ്കല്പം പൂർത്തീകരിക്കണമെങ്കിൽ നിശ്ചയമായും 3ാം ഗവൺമെന്റും കേരളത്തിൽ അധികാരത്തിലാണ്.